ഞങ്ങള് 2 കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. ഒരു കാര്യം പൂർണ്ണമായിട്ട് സാധിച്ചു. അതല്ല ഇവിടെ വന്നുകൊണ്ടാണെന്നോ താങ്കൾ വിശ്വസിക്കുന്നത്? ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഭയങ്കരമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ്. അതിനുശേഷം എന്റെ മോനായി കൂടെ തകർന്ന് മദ്യപിക്കത്തില്ലായിരുന്നു. എന്റെ മോനിപ്പിച്ചിട്ട് മദ്യപിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം. അപ്പൊ അതെല്ലാം എന്റെ ലക്ഷ്മിനാരായണൻ മാറ്റിത്തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ മനസ്സിൽ ഒരു നല്ലൊരു ശാന്തിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ലാസ്റ്റാണ് ഞാൻ വന്നത്. 7ാമത്തെ ഗുരുതി പൂജ നടത്തുന്നത്. ഈ ലക്ഷ്മിക്കും നാരായണനും നമ്മൾ ഹൃദയം സമർപ്പിക്കുമ്പോൾ അല്ലെ മനസ്സ് സമർപ്പിക്കുമ്പോൾ തന്നെ പ്രത്യുപകാരം കിട്ടുന്ന ഒരു പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദൈവങ്ങളാണ്. നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ ദിനവും എത്തുന്നത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ. താങ്കളോട് കരുനാഗപ്പള്ളിയാണല്ലേ? എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് താങ്കൾ അറിയാം? യൂട്യൂബില് ഇവിടെ വന്നാല് അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും മറ്റു പലരോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിച്ചിട്ടുണ്ട്. അവരെന്ത് പറയുന്നു? നടന്നിട്ടുണ്ട്, അല്ലേ? താങ്കൾക്ക് എങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? പക്ഷെ ഞാനിവിടെ ഒരു 6 മാസത്തിന് മുമ്പ് ഇതുപോലെ യൂട്യൂബിൽ കണ്ടെന്ന് വന്നായിരുന്നു. വന്നിട്ട് അന്ന് എനിക്ക് ഇത്രയും ദൂരമൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഭയമായിരുന്നു. ഇത്രയും ബസ്സിനകത്തൊക്കെ ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട്. അപ്പൊ ആ ഭയമുള്ളത് കൊണ്ട് ഒന്ന് വന്നിട്ട് ഇവിടെ കണ്ടിട്ട് അങ്ങ് പോയി, തൊഴുതിട്ടൊക്കെ അങ്ങ് പോയി. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കൊരു സ്വസ്ഥതയില്ല. ഭഗവാന്റെ അടുത്ത് എത്താത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ഭയങ്കരമായ മാനസികമായി വിഷമം വീട്ടിൽ മോനും എല്ലാവർക്കും പൊതുവെ ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ എനിക്ക് എപ്പോഴും എൻ്റെ ഭഗവാനെയാണ് എൻ്റെ ഇങ്ങനെ മനസ്സിൽ എഴുന്നള്ളുന്നത്. ലക്ഷ്മി നാരായണനെയാണ് എൻ്റെ മനസ്സിൽ. അവിടെ പോയാൽ എനിക്ക് എല്ലാം മാറും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ തന്ന് അങ്ങനെ ഞാൻ പിന്നെ വന്നതാ. പിന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇപ്പൊ എനിക്ക് ഒരിച്ചിരി മാറ്റം. ഇപ്പൊ ഞാൻ 3 ആഴ്ച കൊണ്ട് വരുന്നു. എനിക്ക് ഒരിച്ചിരി സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സമാധാനം. എൻ്റെ മോൻ വിദേശത്ത് പോയിട്ട് മസ്കറ്റിൽ ചെന്ന് മസ്കറ്റിൽ നിന്ന് എനിക്ക് പറഞ്ഞത് ഞാൻ ഹൃദയം പൊട്ടിപ്പോവും. പിന്നെ പോണ്ടിലെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് എൻ്റെ മോൻ തിരിച്ചു വരേണ്ടി വന്നു. അന്ന് തന്നെ എൻ്റെ മോൻ തിരിച്ചു കയറേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കരമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ്. അതിനുശേഷം എന്റെ മോനായി കൂടെ തകർന്ന് മദ്യപിക്കത്തില്ലായിരുന്നു. എന്റെ മോനിപ്പിച്ചിട്ട് മദ്യപിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം. അപ്പൊ അതെല്ലാം എന്റെ ലക്ഷ്മിനാരായണൻ മാറ്റിത്തരുമെന്നുള്ളൊരു വിശ്വാസത്തെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിൽ വന്ന സങ്കടങ്ങൾ പറയുന്നവർക്ക് പലരും ചോദിക്കാറുണ്ട്, ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഭഗവാൻ പണം തരുമോ എന്ന്. ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അവരൊക്കെ കളിയാക്കി ചോദിക്കാറുണ്ട്, ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പണം തരുമോ, ഭഗവാൻ സമാധാനം തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഭഗവാൻ പണമല്ല തരുന്നത്, സമാധാനമല്ല തരുന്നത്. ആ സമാധാനത്തിലുള്ള വഴി തരും. ഈ ഒരു വാക്കും അമ്മയുടെ മോൻ കേൾക്കും, അല്ലേ? കാര്യം മോൻ ഇങ്ങനെ മദ്യവെക്കുന്നത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ കരയേണ്ടി വരുന്നത്. എന്റെ മോനാ മദ്യവെക്കേണ്ടി വന്നത്. എന്റെ മോന് പൈസയൊക്കെ ഇപ്പൊ ഒത്തിരി പോയി. 10 ലക്ഷം രൂപ മേലെ ഇപ്പൊ കൊടുത്ത് അത് പോയിട്ട് അവിടം വരെ പോയിട്ട് പോണ്ടെന്ന് പറയുന്ന സ്ഥലം വരെ പോയിട്ട് എന്റെ മോൻ തിരിച്ചു വന്നപ്പോ എന്റെ മോൻ ആകപ്പാട് സമയം തെറ്റി. അപ്പൊ അതിന് മുമ്പ് വന്നൊരുങ്ങി UK പോകാൻ. എന്നിട്ട് നടന്നില്ല. ഇപ്പൊ 2ാമത് നടന്നില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ എന്റെ മോൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ മുങ്ങിത്താണോണ്ട് നിൽക്കുക. അപ്പൊ അതിൽ നിന്ന് എന്റെ ഭഗവാൻ ലക്ഷ്മിനാരായണൻ എന്റെ മോനെ കരകയറ്റി തരും, എന്റെ കുടുംബം രക്ഷിക്കുന്നൊരു ആത്മവിശ്വാസം. വിശ്വാസമുണ്ട്. നമുക്ക് അതിനപ്പുറം വിശ്വാസമുണ്ട്. കാര്യം നമ്മൾ ഒത്തിരി വിഷയങ്ങൾ കാണുന്നതാണ് ഇവിടെ വന്ന്. കാര്യം ഒന്നുമില്ലായ്മയിൽ നടന്ന് എന്റെ മോൻ തിരിച്ചിഞ്ഞ് രക്ഷോട്ട് കഴിഞ്ഞ് എനിക്ക് ഇതിന്റെ മുമ്പിലൊന്ന് വന്ന് പറയണമെന്നായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒളിച്ചൊളിച്ച് നടക്കുക. ഇങ്ങനെ പിടിക്കല്ലേ ഞാൻ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞ് വിളിക്കൽ. പക്ഷെ എന്നെ ഭഗവാൻ വിളിപ്പിച്ച് എന്റെ ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പൊ എന്റെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒളിച്ച് നടന്നാലും എന്നെ പിടിക്കുമെന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ട്. ശരി, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം. പിന്നീട് പറയാനുള്ളത്, ഇവിടെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിനവും എത്താറുള്ളത്. അവർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ വർഷങ്ങളായി അവർ വിചാരിച്ചിട്ട് നടക്കാത്ത ആ കാര്യം സാധിക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ വരുന്നവരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ല, അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസികളും പറഞ്ഞും അറിഞ്ഞും കേട്ടുമൊക്കെ ആണ് ഇവിടെ ഓരോരുത്തരും എത്തുന്നത്.
പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മാധ്യമത്തിന് മുന്നിൽ വന്ന് പറയുവാൻ കഴിയാത്ത അനേകം പ്രേക്ഷകരുണ്ട്, അല്ലെങ്കിൽ അനേകം വിശ്വാസികൾ ഇവിടെയുണ്ട്. എങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ അടങ്ങാനാകാത്ത വിഷമങ്ങൾ പേറിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നടക്കുമെന്നും വിശ്വാസം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയുന്നത്? ഇല്ല. ഭഗവാനെ കുറിച്ച് പറയുന്നത്? അല്ല. അമ്മ എവിടെ നിന്ന് വരുന്നത്? മണമ്പൂർ തോട്ടിക്കല്ലും. മണമ്പൂർ. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ളതാണല്ലോ. ഇതുപോലെ ഓരോരുത്തരും അവിടെ അടുത്തുനിന്നൊക്കെ ഇവിടെ ആള് വന്ന്, അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ വന്നാ കൊള്ളാം, ഇവിടെ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങി. അത് വീട്ടിലൊന്നും അറിയാതെയാണ് വരുന്നത്. വീട്ടുകാർക്കൊന്നും അത്ര ഇതല്ല. നേരത്തെ പറഞ്ഞു കേട്ടില്ല. അല്ല, അത് കേട്ടില്ല. അങ്ങനെ പറഞ്ഞു. വീട്ടിലൊക്കെ അറിയാത്ത ഒരുപാട് പേര് വരുന്നുണ്ട്. വീട്ടിലറിയാതെ വരുമ്പോ ഇവിടുത്തെ കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കാൻ പറ്റൂല നമുക്ക്, അല്ലേ? പൈസ ആയിട്ടും ഇതായിട്ടും സമയമായിട്ടും വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഒളിച്ചോടി വന്ന് വരണം, എന്തെങ്കിലും നമ്മളെ കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തിൽ വന്ന്. അത് 12 മണി ആയുള്ളൂ, എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളത്. സന്തോഷമുണ്ടോ? മോന് കുട്ടികളില്ല, അതിനു വേണ്ടി മോള് സംഭവിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാ. മോള് പൊങ്കാല ഇട്ട് ഇപ്പൊ. പലപ്പോഴും ഇവിടെ വരുമ്പോൾ നമുക്ക് പോലും അനുഭവമാകുന്ന പല നിമിഷങ്ങളുണ്ട്. കാര്യം പല ജനങ്ങളും പറയുന്നു അവരോട് വരുമ്പോൾ അവരുടെ വിചാരിച്ച കാര്യം സാധിക്കുന്നു എന്ന് പറയുന്നു. അത് ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യം കേട്ടിട്ടാണ് ഞാനും ഇവിടെ വരുന്നത്. ഞാനിപ്പം 2ാം തവണയാണ് ഇവിടെ വരുന്നത്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? മാറ്റം ഞാനിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ മനസ്സിന് വളരെ ഒരു നല്ലൊരു ശാന്തിയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അനുഗ്രഹം ഉള്ള അമ്പലമാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അനുഭവം ഒരുപാട് ആൾക്കാർക്ക് നല്ല അത്രയും അനുഭവങ്ങൾ പറയുന്നുണ്ട്. നല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട്. ഒരു മനസ്സിന് സുഖമുണ്ട്, സമാധാനമുണ്ട്, അസുഖങ്ങളൊക്കെ വളരെ കുറവുണ്ട്. ഞാനൊരു എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. അത് ഏകദേശം 1.5 ലക്ഷം രൂപ കൊണ്ടേ പോവുള്ളൂ. PRSലാണ്. പിന്നെ ആ അസുഖം ഇപ്പോഴും വന്നു. അത് തനിയെ വെളിയിൽ പോയി, തനിയെ പുറത്തു പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ്. നമസ്കാരം. നല്ല ദൂരം ഉണ്ടല്ലോ. നല്ല ദൂരമുണ്ട്. ആരൊക്കെയാ വന്നത്? ഞങ്ങൾ അനിയന്റെ ഭാര്യയാണല്ലേ? ഒറ്റയ്ക്കല്ല. എങ്ങനെയാണ് താങ്കൾ ഈ ക്ഷേത്രം? നിങ്ങളെ ഇതുപോലുള്ള ചാനൽ വഴി ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങള് 2 കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ വന്നേ. ഒരു കാര്യം പൂർണ്ണമായിട്ട് സാധിച്ചു. വെറുതെ പറയുന്നതാണോ? ഇല്ല, വെറുതെ അല്ല, സത്യമായിട്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്താണ് കാര്യം? മോന്റെ കാര്യവും മോന്റെ കുഞ്ഞിന്റെ കാര്യവും കൂടെ ആയിരുന്നു. മോന്റെ കാര്യം പൂർണ്ണമായി സാധിച്ചു. മോന്റെ കുഞ്ഞിന്റെ കാര്യം കുറച്ച് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതല്ല, ഇവിടെ വന്നുകൊണ്ടാണെന്നോ താങ്കൾ വിശ്വസിക്കുന്നത്? ആണോ, ഇവിടെ വന്നുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുവരെ ഒരുപാട് ഞങ്ങൾ കരഞ്ഞു വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. എന്റെ മോന്റെ കാര്യം പൂർണ്ണമായിട്ടും. മോന്റെ കാര്യം സാധിച്ചത് അതൊന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ കഴിയുന്നതാണോ ആ കാര്യം? മോനെച്ചാലും മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് വെച്ചാൽ നല്ല മദ്യമായിരുന്നു. അത് ഇപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് ഞങ്ങളിവിടെ വന്നിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞു. 4-ാം തീയതി ഞങ്ങൾ വന്നേ. 4-ാം തീയതി വന്നിട്ട് ഈ 4-ാം തീയതി കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് മാറ്റം കഴിഞ്ഞു. ഇപ്പൊ മോൻ ഒട്ടും തന്നെ കഴിക്കുന്നില്ല. മദ്യം വേണ്ട. അതറിയത്തില്ല. ഇപ്പം ഇത്രയും ദിവസം കൊണ്ട് മോൻ ഒട്ടും കഴിക്കുന്നില്ല. നല്ലതായ രീതിയിൽ നടക്കുന്നു. ശരി, താങ്കൾ ഇവിടെ വന്നിട്ട് ഇതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. കാര്യം അല്ലേ? കാര്യം ഒരു അമ്മയെ സംബന്ധിച്ചോളം മകൻ ഭയങ്കര കണ്ണുനീരോടായിരുന്നു എല്ലായിടവും പോയി പറഞ്ഞത്. ഈ അമ്മയ്ക്ക് മുന്നിൽ വന്ന് എന്ത് പറഞ്ഞു? ഈ ലക്ഷ്മിനാരായണൻ പറഞ്ഞു ഇതുപോലെ എന്റെ കുഞ്ഞ്, ഞാൻ 2 കാര്യം, മോന്റെ കുഞ്ഞിന്റെ കാര്യം, കുഞ്ഞന്നെ സംസാരിക്കത്തില്ല, കുഞ്ഞിന്റെ കാര്യം കൂടെ ചേർത്താ പറഞ്ഞത്. അന്നേരം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ മീഡിയയുടെ മുമ്പിൽ തുറന്നു തന്നെ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് സാധിച്ചു തരണം. അത്ര വിഷമത്തിലാണ് ഈ ലക്ഷ്മിനാരായണനെ കുറിച്ച് തുറന്നു പറയും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കരുതിച്ചിട്ട്
എനിക്ക് നമ്മുടെ ഈ ഒരു ഇവിടെ വരുന്ന വിശ്വാസികൾ അപ്പൊ അമ്മയെ പോലുള്ള സാക്ഷ്യം പറയുന്നവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആദ്യം സത്യത്തിൽ ഞാൻ ഈ വാർത്തയിൽ പറഞ്ഞപ്പോഴ് ഇത് കള്ളവെന്നല്ലേ കരുതിയത്? കള്ളവെന്ന കരുതി. ഉള്ള കാര്യം സത്യമായിട്ട് ഇതിന് കള്ളവെന്നല്ല. ഇതെങ്ങനെ ഇതെങ്ങനെ ആവും, ഇത് നേരാണോ പറയുന്നത്? ഇങ്ങനെ പലരും അമ്പലത്തിന്റെ പരസ്യമായിരിക്കും. പലരും സാക്ഷ്യം പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു, ഒരു ദിവസം ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ചു നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വഴിയും വഴിയെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബസ് കയറി ഇവിടെ വന്നു. ഒരു ബുധനാഴ്ച ദിവസം ഇവിടെ വരുന്നത്. ബസ് കയറി വന്നു, അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു, പോയി. അന്നേരം ഇവിടെ വന്നപ്പോ പുള്ളി പറഞ്ഞ് ഇതുപോലുള്ള പൂജകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു പിന്നെ ലക്ഷ്മി പൂജ, കുരുതി പൂജ, പിന്നെ ശനി പൂജ, മൃത്യുഞ്ജയ ഹോമം, പിന്നെ കുഞ്ഞിന്റെ ഇതിനു വേണ്ടി ഹനുമാൻ സ്വാമിയുടെ ഒരു പൂജ. വെറ്റില പൂജയല്ല, ഈ മുഖച്ചാർത്തും വെണ്ണി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ബാക്കി നിൽക്കുന്നത്. ലക്ഷ്മി പൂജ ഞങ്ങളെ കണ്ടില്ല. എന്തായാലും കാര്യം സാധിച്ചു. ഒരു കാര്യം സാധിച്ചു. അത് സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. ശരി, അമ്മയ്ക്ക് ഈ പറയുന്ന ഇതൊക്കെ ഒരു അത്ഭുതമായി തന്നെ തോന്നുന്നു. അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു അല്ലേ? അമ്മയുടെ കൂടെ വന്നത് നാത്തൂനാണ്? അല്ല, അനിയന്റെ ഭാര്യ. അനിയന്റെ ഭാര്യയാണല്ലേ? അപ്പം എന്താണ് ഇത് പറയുന്നുള്ളതാണോ? സത്യമാണ്. കാര്യം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒത്തിരി പേര് അറിയാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും രണ്ടുപേർക്കെങ്കിലും അറിയായിരിക്കും ഈ പറയുന്ന കള്ളമാണെങ്കിൽ. സത്യമാണോ? എങ്ങനെയാണ് പേര്? ശോഭന. ഇത് വീട്ടിലുള്ളവർ കാണുമല്ലോ? ആളില്ല. എന്ത് പറ്റി? ജോലിയൊക്കെ ഉണ്ടോ ചേച്ചിക്ക്? എന്തെങ്കിലും? ഒന്നുമില്ല. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് വിശ്വാസമായി അല്ലേ? അല്ലാതെ നമ്മൾ വെറുതെ പറയുന്നതെന്ന് തോന്നിയില്ല. പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ വെറുതെ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ അമ്പലത്തിന്റെ പരസ്യമായിരിക്കാം എന്നൊക്കെ തോന്നിയിട്ടില്ല.